തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് നിർണായക യോഗം ഇന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് കൗൺസിൽ യോഗം ചേരുക. ഭരണസ്തംഭനം ആരോപിച്ച് UDF കോർപ്പറേഷൻ മാർച്ചിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൗൺസിൽ യോഗം നടക്കുന്നതിന് മുന്നോടിയായി പ്രതിഷേധ മാർച്ച് നടക്കും. UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ LDF തള്ളിയിരുന്നു. നോട്ടീസ് നൽകാൻ മതിയായ അംഗബലമില്ലെന്നിരിക്കെ കോൺഗ്രസ് നീക്കം നാടകമെന്ന് പറഞ്ഞാണ് CPMന്റെ ആരോപണം. ഇതോടെ അവിശ്വാസ പ്രമേയം നീക്കം പ്രതിസന്ധിയിലായി. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ നിലപാടായിരുന്നു. പക്ഷേ ആദ്യഘട്ടം മുതൽ ഇക്കാര്യത്തിൽ LDFൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. നമുക്കറിയാം, രാഷ്ട്രീയമായി രണ്ട് കക്ഷികളും ഈ വിഷയത്തിൽ യോജിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാഹചര്യം വെച്ച് ആത്മഹത്യാപരമാണ്. ഇപ്പോൾ എന്താണ് അവിശ്വാസ പ്രമേയത്തിന്റെ അവസ്ഥ? അവിശ്വാസ പ്രമേയ നീക്കം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. UDF ഇതിന് നോട്ടീസ് കൊണ്ടുവരാനുള്ള ശ്രമമെങ്കിലും നടത്തുമോ എന്ന സംശയമാണ്. ഭരണസ്തംഭനമുണ്ട്. അതിൻ്റെ പേരിൽ സംഘർഷ സമരങ്ങളിലേക്കല്ല പോകേണ്ടത്, മറിച്ച് നിയമപരമായ നീക്കങ്ങളിലേക്ക്, അവിശ്വാസ പ്രമേയം അടക്കമുള്ള നീക്കങ്ങളിലേക്ക് പോകണമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. അത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് കൊണ്ടുവരാൻ നീക്കം തുടങ്ങിയത്. LDFന്റെ പിന്തുണയും അവർ പ്രതീക്ഷിച്ചു. LDFിൽ നിന്ന് ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ടായി എന്നുള്ളതാണ് വസ്തുത. വി ശിവൻകുട്ടി ഉൾപ്പെടെ നേതാക്കൾ അവിശ്വാസ പ്രമേയം വേണമെന്ന നിലപാടെടുക്കുമ്പോൾ ജില്ലാ സെക്രട്ടറി ജോയി ഉൾപ്പെടെയുള്ളവർ അത്തരം നീക്കം ഇപ്പോൾ വേണ്ട എന്ന അഭിപ്രായത്തിലേക്കാണ് ആദ്യം മുതൽ എത്തിയത്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി നിലപാടറി, കാരണം അതൊരു നയപരമായ തീരുമാനമാണ്. ജനങ്ങൾ BJPക്കാണ് നഗരസഭ ഭരിക്കാനുള്ള മാൻഡേറ്റ് നൽകിയത്. സ്വതന്ത്ര പിന്തുണയാണെങ്കിൽ പോലും അവർക്കാണ് ആ രീതിയിൽ ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഈ ഘട്ടത്തിൽ അട്ടിമറിക്കാൻ തയ്യാറായാൽ അത് ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ CPMന്റെ സംസ്ഥാന നേതൃത്വത്തിനടക്കം ഉയർന്നു വന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നീക്കത്തെ പിന്തുണയ്ക്കേണ്ട എന്ന നിലപാടിലേക്ക് CPM എത്തിയതെന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ നീക്കത്തോട് അത്ര യോജിപ്പില്ല. 20 കൗൺസിലർമാരുടെ മാത്രം പിന്തുണയാണ് UDFന് നഗരസഭയിലുള്ളത്. 29 പേർ ഇടതുമുന്നണിയിലുമുണ്ട്. അങ്ങനെ വന്നാൽ പോലും 49 ആകുകയുള്ളൂ. പൗണ്ടുകടവ് വാർഡ് അംഗം സുധീഷ് കുമാർ നിഷ്പക്ഷ നിലപാടാണ് നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അതേ നിലപാട് ആവർത്തിക്കും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അങ്ങനെ വന്നാൽ കോൺഗ്രസ് ഈ മതിയായ അംഗങ്ങളുടെ പിന്തുണയില്ലാതെ അവിശ്വാസ പ്രമേയ നീക്കത്തിലേക്ക് പോയാൽ അത് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായം കോൺഗ്രസിലുമുണ്ട്. അങ്ങനെ വന്നാൽ ഒരുപക്ഷേ കോൺഗ്രസ് ഈ അവിശ്വാസ പ്രമേയം പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് നോട്ടീസ് നൽകാൻ ഇടയില്ല. ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. CPM പൂർണ്ണമായും ആ നീക്കത്തെ ഇപ്പോൾ തള്ളുകയാണ്. ശിവൻകുട്ടി ആദ്യം അനുകൂലിച്ചു. അദ്ദേഹം ഇപ്പോൾ നിലപാട് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത് കോൺഗ്രസിൻ്റേത് നാടകമാണ്, കോൺഗ്രസും BJP തമ്മിലുള്ള ഒത്തുകളിയാണ്, ഭരണസ്തംഭനം മറച്ചുവെക്കാനാണ് ഇത്തരമൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. ഭരണസ്തംഭനം മറച്ചുപിടിക്കാൻ BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് അത്തരമൊരു നീക്കം നടത്തുന്നതാണ് CPM ആരോപിക്കുന്നത്. അതോടുകൂടി ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ ഭാവി തന്നെ അനിശ്ചിതത്തിലായി. പക്ഷേ നിർണായകമായ കൗൺസിൽ യോഗം ഇന്ന് 2:30-ക്ക് ചേരും. 46 ദിവസങ്ങൾക്ക് ശേഷമാണ് കൗൺസിൽ ചേരുന്നത്. കൗൺസിൽ യോഗം നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള കാരണമായി ഇടതുമുന്നണിയും UDFും ആരോപിക്കുന്നത് BJPയുടെ കൗൺസിലർ, വാഴൂട്ടുകോണം കൗൺസിലർ സുഗതൻ കാപ്പ കേസിൽപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിലാണ്. അയാൾ 3 തവണ തുടർച്ചയായ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്വം നഷ്ടമാകും. നേരത്തെ ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, ഇപ്പോൾ 2 ആകും. ഈ ഒരു യോഗത്തിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതനെ കൗൺസിലർ സ്ഥാനം നഷ്ടമാകും. അതിനു പുറമെ 22 ദിവസത്തിനുള്ളിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം. തെറ്റായ മാർഗങ്ങളിലൂടെ ചട്ടവിരുദ്ധമായ സത്യപ്രതിജ്ഞ ചെയ്ത് ഹൈക്കോടതി വീണ്ടും ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയ കൗൺസിലർമാരൊരാൾ സുഗതനാണ്. 19 പേർ ഇതിനകം കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ജയിലിലായതുകൊണ്ട് നടന്നിട്ടില്ല. അതിനുവേണ്ടി സുഗതനെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ പ്രതിസന്ധി തൽക്കാലത്തെങ്കിലും കുറയും. ഏതായാലും സുഗതൻ വിഷയം എപ്പോഴും BJPക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അവിശ്വാസ പ്രമേയം നീക്കം ഉണ്ടാകാൻ ഇടയില്ല. അതുണ്ടായാൽ തന്നെ പരാജയപ്പെടുമെന്നും ഉറപ്പാണ്. അതാണ് സാഹചര്യം. ഏതായാലും അവിശ്വാസ പ്രമേയ നീക്കത്തിൽ നിന്ന് തൽക്കാലം UDF മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഇടതുമുന്നണിയുടെ പിന്തുണ ഈ അവിശ്വാസ പ്രമേയത്തിന് ഇല്ല, അത് അവർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന സമിതിയുടെ അടക്കം അംഗീകാരം വേണം ഈ വിഷയത്തിൽ. പക്ഷേ അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് LDF കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.